ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്നാ അവര് പറയുന്ന. അല്ല, വർമ്മ സാറും യാമിനി മാഡം ശേഖരൻ സാറും ഒക്കെ അതിനെ എതിർത്ത് പറഞ്ഞു. അതൊക്കെ വിട്ടേക്ക് രാജു. രാജുന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് അച്ഛനും ചെറിയച്ഛനും ഒക്കെ നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നെ? അതല്ല മാഡം, മാഡം എന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കാഞ്ഞിട്ടാ. ഞാൻ കാരണം വർമ്മ സാറിനുണ്ടായതും ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങള് ചെറുതൊന്നും അല്ല. സാർ ഒരു മിനിസ്റ്ററാ, ശത്രുക്കൾ ഏറെ ഉണ്ട്. ഇത് പൊളിറ്റിക്സ് ആയതുകൊണ്ട് സമൂഹത്തിൽ ഇക്കാര്യം വലിയ വിഷയാവും. മാധ്യമങ്ങൾ ഇത് ഒരു ഉത്സവമാക്കും. ചർച്ചകളും അന്തിചർച്ചകളും ഉണ്ടാവും. സാറിനെ രാജിവെപ്പിക്കാൻ എതിരാളികൾ ആവുന്നത് ശ്രമിക്കും. വർമ്മ സാറ് നിരപരാധിയാ. ഇത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് മാഡം. രാജുവിന് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ലാപ്ടോപ്പ് വിതരണ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ഫയല് ഡീൽ ചെയ്തത് ഞാനാ. ആ എഗ്രിമെന്റ് തയ്യാറാക്കി വർമ്മ സാർ ഒപ്പിട്ട ഫയല് ഞാൻ ദീപകിനെ പേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എങ്ങനെ? ആ ഫയല് ഞാൻ ഒരു ദിവസം ഇവിടെ കൊണ്ട് വെച്ചിരുന്നു. ഞാൻ മനഃപൂർവ്വം കുടിച്ചല്ലടി മോളെ. സത്യം, എല്ലാം മറക്കാൻ വേണ്ടി കുടിച്ചു പോണതാ. ഒരു മഹാലക്ഷ്മി എന്റെ കൈ വന്നത്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ധനലക്ഷ്മി. അതെല്ലാം ചില കീടജന്മങ്ങൾ തട്ടിയെടുത്തില്ലേ? ഈ കാര്യത്തെ ചൊല്ലി രാജു ഇനി ഒട്ടും പേടിക്കണ്ട. ഇതിനൊരു സൊല്യൂഷൻ വളരെ വേഗം ഉണ്ടാവും. മാഡം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയുന്നതാ. ഇല്ല രാജു, ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. രാജു എന്റെ ഭർത്താവ്. മിനിസ്റ്റർ പ്രതാപ് വർമ്മ എന്റെ അച്ഛനാ. ഇതിന് പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. അതവിടെ നിൽക്കട്ടെ. ഇന്ന് രാജുവിന്റെ പിറന്നാളായിട്ട് ഞാൻ സമ്മാനമൊന്നും തന്നില്ലല്ലോ. അത് ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ തന്നില്ലേ മാഡം? അത് പോരാ. രാജുന് ഒരു ടെൻഷനും വേണ്ട. എല്ലാം ഞാൻ ശരിയാക്കി തരാം. പിന്നെ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. ഞാനേ പോയിട്ട് വരാം.